ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊരു ക്യാരറ്റ് കേക്കാണ് കേട്ടോ. അത് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മൈദ എടുക്കണം, 2 മുട്ട എടുക്കണം, പിന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര എടുക്കണം, കുറച്ച് ഓയിൽ, കുറച്ച് ക്യാരറ്റ് വേണം, കുറച്ച് ഡ്രൈ നട്ട്സ്, വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ, കുറച്ച് ബേക്കിംഗ് സോഡ, വളരെ കുറച്ച് ഉപ്പ് വേണം. പിന്നെ 2 മുട്ട നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. ശേഷം ഒരു ഗ്ലാസ് പഞ്ചസാര ചേർത്ത് ഒന്നും കൂടി കറക്കിയെടുത്തതിന് ശേഷം 3 ഈത്തപ്പഴം സൺഫ്ലവർ ഓയിലും ചേർത്ത് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ് എല്ലാം കൂടി ഒന്ന് സേവ് ചെയ്തിട്ട് ചേർക്കുക. നന്നായിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ പഞ്ചസാര കരാമലും കൂടി ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിന് ശേഷം നമ്മൾ ഡസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും നട്ട്സും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം ഞാൻ സോസ് പാനാണ് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അതിലേക്ക് മിക്സ് ഒഴിച്ചിട്ട് നമ്മളൊരു തവ വെച്ച് അതിൻ്റെ മേലെ 45 മിനിറ്റ്സ് മാക്സിമം വേണ്ടി വരും കേട്ടോ. അത്രയും ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് നട്ട്സൊക്കെ എൻ്റെ മേലെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് കിട്ടി. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിരുന്നു കേട്ടോ. അതിൻ്റെ ടെക്സ്ചറും സൂപ്പറായിരുന്നു. അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. യമ്മി ക്യാരറ്റ് കേക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ കേക്കിൻ്റെ റെസിപ്പി. ഇത് കണ്ടോ, അത് നല്ല സോഫ്റ്റാണ്. ഞാനതൊരു കണ്ടെയ്നറിലാക്കിയിട്ട് അത് ഞാൻ എടുത്ത് വെച്ചു. പിന്നെ ഇന്നൊരു ഹാപ്പി ഡേ കൂടിയാണ് കേട്ടോ. എൻ്റെ സിസ്റ്ററും ബ്രദറും വന്നിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞാൻ ചിക്കൻ കുറച്ച് എയർ ഫ്രൈ ചെയ്തെടുത്തു, മയണൈസ് ഉണ്ടാക്കി, മന്തിയാണ് കേട്ടോ വെച്ചത്, പിന്നെ സാലഡ് ഉണ്ടാക്കി. അപ്പോൾ ആൾ ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പോൾ പോവും പെട്ടെന്ന്. അപ്പോൾ അവരെ കാണാനായിട്ട് വന്നിട്ട് അനിയും പിള്ളേരെയൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഒരുപാട് ഞങ്ങൾ മിസ് ചെയ്തു. ആൾ പോയിട്ട് ഇപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആൾ പെട്ടെന്ന് തന്നെ പോവും. അങ്ങനെ ആൾക്ക് ഫുഡൊക്കെ സെർവ് ചെയ്തു കേട്ടോ. അപ്പോൾ അവർക്ക് വലിയ ഇഷ്ടമായി. അനിയത്തിയൊക്കെ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞാനും ഹാപ്പി, അവരും ഹാപ്പി. പിന്നെ മോൾക്ക് ഒത്തിരി സന്തോഷമായി. മാമനെയും മേമേനെയൊക്കെ കണ്ടപ്പോൾ മോനും വളരെ ഹാപ്പിയായത് ഞങ്ങളെ കണ്ട് ഇവർ. അപ്പോൾ ആൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോവും. അപ്പോൾ ഇതാണ് കേട്ടോ അനിയത്തി. അപ്പോൾ ഇനി വരുന്നത് വരെ അവളുടെ മെമ്മറീസ് മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഞാനും മക്കളും പിന്നെ അനിയൻ്റെ കൂടെയും എല്ലാവരുടെ കൂടെ കുറച്ച് പിക്കൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ ഹാപ്പി വൈബിലിരിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. വളരെ സന്തോഷിച്ചൊരു ദിവസം. താങ്ക് യു തുട്ടു ആൻഡ് സോന. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം അല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.